എല്ലാം കന്നഡക്കാരാണ്. പിന്നെ ആ പിന്നിലൊരു മലയാളി ഉണ്ട്. അവർ ജോലിക്ക് പോവും. പിന്നെ ഒരു ബന്ധു ഒരു പയ്യനുണ്ട്. അവനെപ്പോഴും നോക്കിയാലും ഡാൻസും പാട്ടും ഒക്കെ. മോനെ, ആഹാ, ഇതാര്? ആന്റിയോ? ആ മോനെ, അതെ മോനെ, ഞാൻ വന്നത് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കിട്ടും. ഇവളുടെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല മോനെ. അതെന്താ ആന്റി അങ്ങനെ പറയുന്നത്? ഇവൾക്കാണെങ്കിൽ ഒരു പാചകം അറിയില്ല. അപ്പോൾ കൈ കഴുകി ഇയാൾക്ക് പാത്രത്തിന് മുമ്പിൽ ഇരിക്കാൻ മാത്രം അറിയൂ അല്ലേ ആന്റി? നീ കണ്ണു കൊള്ളണ്ട. ആ, അത് പറയണോ മോനെ? അമ്മയില്ലാത്ത കുട്ടിയല്ലേ മോനെ അവള്. അതുകൊണ്ട് ഞങ്ങളൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാറില്ലായിരുന്നു. അതാണ് സത്യം. ആ മോനെ, മോനുച്ചക്ക് ഊണ് കഴിക്കാൻ പറ്റില്ലേ? ഇല്ല ആന്റി, എനിക്ക് ഓഫീസിൽ ഫുഡ് കിട്ടും. ഓക്കെ ബൈ. കിരണേട്ടാ, ബൈ. എടി പെണ്ണെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആ, എന്താണ് പിന്നെ അവിടെ ഒരു ശബ്ദം? അത് ആ ചെക്കൻ ഡാൻസ് കളിക്കുന്ന ശബ്ദമാണ്. ആഹാ, അയ്യോ വേണ്ട ആന്റി, നീ പോണ ആ പണ്ടൊരു കൊടുക്ക. ഇപ്പൊ ഞാൻ ശരിയാ. അടാ ചക്ക, നിർത്തണ നിന്റെ കൂത്ത്. നിനക്കറിയില്ലേ, ഈ സൗണ്ടാണ് പ്രശ്നം. ഓ, അതെനിക്കറിയത്തില്ല. ഇതായിരുന്നു ആന്റി വലിയ പ്രശ്നം. അവന്റെ അഹങ്കാരം കണ്ടില്ല. ഇന്ന് നിന്നെ ശരിയാക്കി തരാം.